ദുർഗിലെ കോൺവെന്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗിലെ തന്നെ കോൺവെന്റിലാണ് ഉള്ളത്. അവിടെ കേരളത്തിലുള്ള MLA-മാരും MP-മാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ എത്തുകയായിരുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനൂപ്, ഇന്ന് കോൺവെന്റിൽ തങ്ങും. ഇപ്പോൾ കേസിൽ കർശനമായ ഉപാധികളാണല്ലോ. ഈ കർശനമായ ഉപാധികൾ നീക്കിക്കിട്ടാൻ വേണ്ടി വീണ്ടും കോടതിയിലേക്ക് പോകുമോ? ഈ ഉപാധികളുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നടക്കമുള്ള വ്യവസ്ഥകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പാലിക്കുന്നതിന്റെ ഭാഗമായി ഇനി എന്തൊക്കെ തുടർ നീക്കങ്ങളാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടത്? ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ ഈ FIR റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സഭ നടത്തുന്നത്. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു നിയമ നടപടി എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച ചർച്ച വരും ദിവസങ്ങളിൽ റായ്പൂർ കേന്ദ്രീകരിച്ചാണ് നടക്കുക. കാരണം അമൃതോദാസ് എന്ന അഭിഭാഷകനാണ് ഇപ്പോൾ സജീവമായി ഇടപെട്ട് അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി, നിയമോപദേശം നൽകി, കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് നീക്കി ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇനിയും മുന്നോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുക. അദ്ദേഹത്തോട് സംസാരിച്ച് ഈ FIR റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടാവും. അതിന് സർക്കാർ ആ നിർദ്ദേശത്തോട് എങ്ങനെ സഹകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. ഇപ്പോൾ വലിയ പോലീസിന്റെ സുരക്ഷയൊക്കെ കാണുന്നുണ്ടോ? സുരക്ഷ വലിയ ബന്ദോബസ്താണോ ഇപ്പോൾ കോൺവെന്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കോൺവെന്റിലെ വിഷയമല്ല. ഇവിടെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ, മാധ്യമപ്രവർത്തകരായിട്ടുള്ള സംഘർഷം. അത് ലഘൂകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തിയതാണ്. ഈ സ്ഥലത്ത് നിന്ന് വൈകാതെ മാറണം എന്നൊരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് മാത്രമല്ല, ജയിൽ പരിസരത്തേക്കും ഇനി പോവരുത് എന്ന ഒരു നിർദ്ദേശം നമുക്ക് അനൗദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുണ്ട്. സഭയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ചില അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയും സംഘർഷമുണ്ടാവാനുള്ള സാധ്യതയൊക്കെയാണ്. അതുകൊണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്താണ് കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തിയത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാധ്യമ പ്രവർത്തകർക്ക് ചെറിയൊരു ഭീഷണി നേരിടുന്നുണ്ട്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവരുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസമേ ചില പ്രകോപനം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി വീണ്ടും സംഘടിച്ച് എത്തി എന്നതാണ് ഇപ്പോൾ അനൂപ് ദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ എത്തിയതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചനം ഉണ്ടായത്. രാജീവ് ചന്ദ്രശേഖറും കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു.